സുജയ, കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം അബിൻ ബർക്കിയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് മാർച്ചിന് നേതൃത്വം നൽകുന്നത്. കവാടത്തിലേക്ക്, അതായത് മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിലേക്കാണ് പ്രതിഷേധ മാർച്ച് നീങ്ങുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആദ്യം അങ്ങോട്ടേക്ക് എത്തി ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കും. തുടർന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികൾ എന്നതാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതായത് അഭയ കേന്ദ്രത്തിലെ കൂട്ടിരിപ്പുകാരിക്ക് പോലും ജീവൻ നഷ്ടമാകും വിധം സംസ്ഥാനത്തെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലായി എന്ന ആരോപണം ഉന്നയിച്ച് ആരോഗ്യമന്ത്രിയുടെ രാജിയടക്കം ആവശ്യപ്പെട്ടും കുടുംബത്തിന് നഷ്ടപരിഹാരമടക്കം ഉറപ്പാക്കുകയും പ്രശ്നപരിഹാരത്തിലേക്ക് പോവുകയും വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുള്ളത്. വിവിധയിടങ്ങളിൽ സംസ്ഥാന വ്യാപകമായും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും KPCC അടക്കം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള പ്രതിഷേധം. കാര്യമായ പങ്കാളിത്തം, വലിയ പ്രതിഷേധമാണ് സജോ ദേവസ്യ. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ആകാശ ദൃശ്യങ്ങളാണ്, ആ വഴിയുടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പ്രതിഷേധം ആളിക്കത്തുകയാണ്. മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ അനാസ്ഥയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. സജോ ദേവസ്യ, പ്രവേശന കവാടത്തിന് മുന്നിലെ പ്രതിഷേധം അത് വലിയ രീതിയിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങളടക്കം നമ്മൾ മുഴങ്ങുന്നത് കേൾക്കുന്നുണ്ട്. ഈ മാർച്ചിനെ തടയുന്നതിനായി ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്ന സന്നാഹങ്ങൾ എങ്ങനെയാണ്? സുജയ, ഈ പ്രവേശന കവാടത്തിന്റെ ഒരു ഭാഗത്ത് ബാരിക്കേഡ് ഒരുക്കി പോലീസ് നേരത്തെ തന്നെ സജ്ജമായിരുന്നു. ഈ പ്രതിഷേധ മാർച്ച് അറിയിച്ച പശ്ചാത്തലത്തിൽ തന്നെ മറ്റൊന്നുകൂടിയുണ്ട്. നേരത്തെ കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും അറിയിച്ചത് രോഗികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുക ഈ സമരത്തിന്റെ ലക്ഷ്യമല്ല. പക്ഷേ അതേസമയം ഈ കാര്യത്തിൽ അനാസ്ഥയ്ക്കെതിരായ പ്രതിഷേധമാണ്. കവാടത്തിൽ ബാരിക്കേഡ് ഒരുക്കി മറ്റൊരു ഭാഗത്തുകൂടി അകത്തേക്കുള്ള പ്രവേശനം രോഗികൾക്കടക്കം ഉറപ്പാക്കിക്കൊണ്ടാണ് കവാടത്തിലേക്ക് എത്തുകയാണ് പ്രതിഷേധം. ഗോപാൽ, പ്രതിഷേധക്കാർ ഇതാ കവാടത്തിലേക്ക് ആരോഗ്യമന്ത്രിയുടെ കോലവുമായി എത്തിയിരിക്കുകയാണ്. പ്രവർത്തകർ പാഞ്ഞടുക്കുകയാണ് അവിടേക്ക്. ബാരിക്കേഡിനടുത്തേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രധാന പ്രവേശന കവാടമാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസുകാർ ഇത്രയും മതിയാകുമോ ഗോപാൽ, ഷീല, സനൽ, ഇത്രയധികം പ്രവർത്തകരെത്തുമ്പോൾ? സുജി, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഏകദേശം 500-ലധികം പ്രവർത്തകരുണ്ട്. അവരെ പ്രതിരോധിക്കുവാനുള്ള പോലീസ് സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇവിടെ ബാരിക്കേഡ്, ഒരു വരി ബാരിക്കേഡ് മാത്രം വെച്ചുകൊണ്ടാണ് ഈ സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മറുവശത്ത് കൂടി എമർജൻസി വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള വഴിയും തുറന്നിട്ടുണ്ട്. വേണമെങ്കിൽ പ്രവർത്തകർ ഒന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയാൽ പോലീസിനെ കൊണ്ട് ഒരു തരത്തിലും ഇത് തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും സംസ്ഥാന നേതാക്കളായ അബിൻ ബർക്കി അടക്കമുള്ള പ്രധാനപ്പെട്ടവരെല്ലാം പങ്കെടുക്കുന്ന മാർച്ചാണ്. വളരെ അഗ്രസീവായിട്ട്, വളരെ വളരെ വേഗത്തിൽ ഓടിയെത്തി ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പ്രവർത്തകർ നടത്തുന്നത്. നേരത്തെ തന്നെ ഈ UDF-ഉം അതിനോടൊപ്പം തന്നെ കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു ഈ വിഷയത്തിൽ ബിന്ദുവിൻ്റെ മരണത്തിന് ഉത്തരവാദി ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയുമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി രാജിവെക്കുക, ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, വീഴ്ച ഉണ്ടായവർക്കെതിരെ എല്ലാവർക്കെതിരെയും നടപടിയെടുക്കുക എന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസും UDF-ഉം ഇതിനോടകം തന്നെ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ റൗണ്ട് ജലപീരങ്കി അടിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ആദ്യ റൗണ്ട് ജലപീരങ്കി നിർത്താതെ ശക്തമായി അടിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഉള്ളിലേക്ക് കല്ലുകളും വടികളും പ്രവർത്തകർ വലിച്ചെറിയുന്നു. പോലീസിനെ പ്രകോപിപ്പിക്കുവാനുള്ള ശ്രമം ഉണ്ടാക്കുന്നു. എന്നാൽ ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നാൽ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഉള്ളത്. അതിനൊപ്പം തന്നെ ആ പോലീസുകാരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തകരുടെ എണ്ണമല്ല ഇവിടെ ഉള്ളത് എന്ന് സൂചിപ്പിക്കേണ്ടതായിരിക്കുന്നു. ഒരു മരണം ഇന്നലെ ഈ സമയത്താണ്, കൃത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഈ സമയത്താണ് ബിന്ദുവിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അതിനാൽ തന്നെ കൃത്യം 24 മണിക്കൂർ കഴിയുമ്പോൾ സംസ്ഥാനത്തുടനീളം എല്ലായിടത്തും ഒരേ സമയം പ്രതിഷേധം നടക്കുന്നു.
തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലേക്കും അതിനോടൊപ്പം തന്നെ മന്ത്രിയുടെ വസതിയിലേക്കും മന്ത്രിയുടെ ഓഫീസിലേക്കും പ്രതിഷേധം നടക്കുമ്പോൾ ഈ സംഭവം നടന്ന ഒരു വലിയ അപകടം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഒരു പടയൊരുക്കം തന്നെ നടത്തിക്കൊണ്ടുള്ള മാർച്ചാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഉള്ളിലേക്ക് കല്ലുകളും വടികളും വലിച്ചെറിയുന്നു. പോലീസ് ഇപ്പോഴും സംയമനം പാലിക്കുകയാണ്. ഒരു അക്രമത്തിലേക്ക്, ഒരു ലാത്തിച്ചാർജിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക് ഈ പ്രശ്നം കൊണ്ടുപോകാൻ പോലീസ് ഈ ഘട്ടത്തിലും തയ്യാറല്ല. എന്നാൽ പോലീസിനെ പ്രകോപിപ്പിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുണ്ട്. ഉള്ളിലേക്ക് ഉരുളൻ കല്ലുകളും വടികളും തുടർച്ചയായി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാരിക്കേഡിന് സമീപത്ത് നിന്ന് പ്രവർത്തകർ മാറുന്നത് തന്നെയില്ല. നിരവധി ആദ്യ തവണ അടിച്ച ജലപീരങ്കിയാണ് ഇപ്പോഴും തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു വലിയ വീപ്പ ബാരിക്കേഡിന് മുകളിലൂടെ അപ്പുറത്തേക്ക് മറിച്ചിട്ടിരിക്കുന്നു. തുടർച്ചയായി തന്നെ കല്ലേറുണ്ടാകുന്നു. തുടർച്ചയായി കമ്പുകളും വടികളും കുപ്പികളും വലിച്ചെറിയുന്നു. പോലീസ് അപ്പോഴും ഒരു സംഘർഷത്തിലേക്ക് തുടർച്ചയായി നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. വലിയ വലിയ വീപ്പുകളാണ് ഈ ഉള്ളിലേക്ക് ഈ പ്രവർത്തകർ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘർഷ സമാനമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും. സുജയ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അതിന്റെ ഗ്രാവിറ്റി, ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള, അത് വലിച്ചു താഴെ ഇടാനുള്ള പ്രവർത്തകർ കല്ലും വടിയും ഒക്കെ പോലീസിന് നേരെ എറിയുന്നുണ്ട്. പോലീസ് അവിടെ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണോ? കാരണം അത്രയധികം പ്രവർത്തകർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സജോ ദേവസ്യ, മാർച്ച് അക്രമാസക്തമാവുകയാണോ? കമ്പുകളൊക്കെ വലിച്ചെറിയുകയാണ്. സുജയ, കൈവിട്ടു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധമുയർത്തുന്നു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള സജീവ ശ്രമമുണ്ടാകുന്നു. ഇതിനിടയ്ക്ക് കൊടികൾ കെട്ടിയ വടികളും കല്ലുകളുമൊക്കെ പോലീസിന് നേരെ വലിച്ചെറിയുന്നു. മറികടക്കാനുള്ള സജീവ ശ്രമം ഏറെ നേരം തുടർച്ചയായി ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചു എന്നതാണ്. അതിനിടെ ജലപീരങ്കി പ്രയോഗത്തിനിടെ പരിക്കേറ്റ ഒരു പ്രവർത്തകൻ, പരിക്കേറ്റ പ്രവർത്തകന്റെ ദേഹത്ത് നിന്ന് ചോരയടക്കം ഒലിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും എടുത്ത് ഒരു ഭാഗത്ത് പ്രവർത്തകർ